ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ ദിവസമായിട്ട് വീഡിയോ എടുത്തിട്ട് 2-3 ദിവസമായി വീഡിയോ എടുക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല, വയ്യായിരുന്നു. നോമ്പുള്ളത് കൊണ്ട് ഉച്ച കഴിഞ്ഞാൽ തീരെ വയ്യ. നമുക്ക് ഭയങ്കര ഒരു ക്ഷീണം, തളർച്ച. അതിന്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുമ്പോഴും ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നുകയാണ്. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഒക്കെ കൂടിയിട്ടൊരു മടിയാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നോമ്പറന്നാ കിടക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇപ്പൊ എടുക്കാത്തത്. അപ്പൊ എല്ലാരും ക്ഷമിക്കട്ടാ. പിന്നെ ഇനി നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പൊ ഒരു കുറച്ച് നോമ്പും കാര്യങ്ങളും ഒക്കെ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും നമ്മൾ ഉണ്ടാക്കണില്ല. ഉണ്ടാക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും ഉണ്ടാക്കാറുള്ള പോലെ പത്തിരി മുട്ടക്കറി അല്ലെങ്കിൽ നൂൽപുട്ട് മുട്ടക്കറി അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കണുള്ളൂ. വേറെ വ്യത്യാസമായിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കണില്ല. അപ്പൊ അത് സ്ഥിരമായിട്ട് ആ വീഡിയോ തന്നെ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതൊന്നും കാണിക്കാത്തിട്ടാ. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൈക്ക ഒരാള് തന്നിട്ടുണ്ട്. പേരൊന്നും ഞാൻ പറയണില്ല, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നതാണ്. അപ്പൊ അതിന്റെ മൈക്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, കണ്ടോ. അപ്പൊ അത് വെച്ചിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. അത് കാരണം നല്ല ക്ലാരിറ്റി ഉണ്ടാവും, സന്തോഷമുള്ളത് അതുകൊണ്ടാണ്. എന്തായാലും തന്ന ആൾക്ക് ഒരുപാട് താങ്ക് യു ട്ടാ. അപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് തന്നത്. നമുക്ക് വീഡിയോക്ക് സൗണ്ട് ഇല്ല എന്നൊക്കെ കണ്ടിട്ട് തന്നതാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം മുഖത്ത് കാണാണ്ടാവും. പിന്നെ ഇഷമോൾക്ക് ഒരു പാട്ടൊക്കെ പാടണം എന്ന് പറയുന്നത് കുറെ നേരമായി. ഇത് അറിയില്ലായിരുന്നു, നമുക്കിത് എങ്ങനെയാണ് ശരിയാക്കാന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ കുത്തി പിടിച്ചിരുന്നിട്ട് ഇപ്പൊ ശരിയായപ്പോ അതിന്റെ ഒരു സന്തോഷമുണ്ട് മുഖത്ത്. അപ്പൊ ഇഷമോളിന്റെ ഒരു പാട്ടൊക്കെ പാടിത്തരൂട്ടാ. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം അങ്ങാകലെ അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ അങ്ങാകലെ അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണു വീണ. കൊറേ തുണിയോള് മടക്കാണ്ട് കേട്ടാ. അപ്പൊ ഞാന് തുണിയോള് മടക്കാണ്. നോമ്പറക്കലൊക്കെ കഴിഞ്ഞു. ഭയങ്കര എന്റെ മുഖമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയണ്ടാവും, ഭയങ്കര ക്ഷീണം ഉണ്ടാവും മുഖത്തൊക്കെ. അപ്പൊ നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ട് കൊറേ തുണികള് കൊടുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് മടക്കി വെക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് നമുക്ക് മൈക്കാണ് കേട്ടോ. ഭയങ്കര ഉപകാരപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഇവിടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മള് പിന്നെ അത് വോയിസ് കൊടുക്കാൻ നിക്കണം. ഇതാവുമ്പോ നമുക്ക് എളുപ്പമായി കാര്യങ്ങൾ. അപ്പൊ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെട്ടാ. അലമാരയിൽ ആകെ കുത്തി തിരികെ വെച്ചേക്കാണ്. എന്താ പറയാ, ചില ദിവസം ഒക്കെ ഇരുന്ന് മടക്കും, ചിലപ്പോ തിരികലോട് തിരികലാവും. ഷിമോളുടെ ഡ്രസ്സൊക്കെ എടുത്തേക്ക്. ഷിമോളെ എന്തേ നിന്റെ ഡ്രസ്സ് നീ എടുത്ത് വെക്ക്. എനിക്ക് വയ്യ, ഞാൻ എന്റെ അടുത്ത് വെച്ചു, നീ നിന്റെ അടുത്ത് വെക്ക. പുതിയത് ഞാൻ എടുത്ത് വെച്ചോളാ. പഴയ ആ കൊട്ടയിൽ എടുത്തേക്കുള്ളതൊക്കെ എടുത്ത് വെക്ക്. സ്കൂള് പൂട്ടിയിട്ട് എങ്ങോട്ടും പോണൊന്നുമില്ല കേട്ടോ. നമ്മള് എങ്ങടാ പോവാ? വീട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പോണ കാരണം അവിടെ പോയി നിക്കാൻ മൂടൊന്നുമില്ല. നമ്മള് ഇടയ്ക്കിടയ്ക്ക് പോവും, ദിവസം പോയിട്ട് വരും. അത് കാരണം നിക്കാനായിട്ട് പോണില്ല. എപ്പോഴേലൊക്കെ ഒന്ന് പോയിട്ട് നിന്നിട്ട് വരും, അത്രേ ഉള്ളൂ. എന്തായാലും മടക്കി കിട്ടട്ടാ. പണികളൊക്കെ കഴിഞ്ഞു. ഇനി അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നീങ്ങുന്നു. തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് പോയി കിടക്കാം. അപ്പൊ ഇപ്പൊ രാത്രി 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടാ. എല്ലാരും കിടക്കാൻ കിടന്നു. ഇവരുടെ ഉപ്പ ഇപ്പൊ വിളിച്ചിട്ട് കട്ടാക്കിയിട്ടുള്ളൂ. അത്ര നേരം സംസാരിക്കായിരുന്നു. അതിന്റെ ഇടയിൽ എന്റെ പാത്രം കയ്യിലൊക്കെ കഴിഞ്ഞു. ഫോൺ ഇങ്ങനെ കുത്തിവെച്ചിട്ട് വർത്താനൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. കിടക്കണം. ഇതിലും കുറച്ച് വെള്ളമൊക്കെ നിറച്ചേക്കാം. വേറെ പരിപാടിയൊന്നുമില്ല. അവിടെ ആച്ചൂട്ടനൊക്കെ എന്താ പറയാ കിടക്കൊക്കെ ഇടുന്നുണ്ട്. ആച്ചൂട്ടനും വിഷമോളും കൂടിയിട്ട് കിടക്കിടുണ്ട്. അപ്പൊ വെള്ളം നിറച്ചേക്കാണെങ്കിൽ നമുക്ക് രാവിലെ അത്താഴത്തിന് എണീക്കുമ്പോ കുടിക്കാം. ഇത്തിരി വെള്ളം കലക്കി കുടിക്കാറുണ്ട് ചില ദിവസങ്ങളില്. നാരങ്ങയൊക്കെ കലക്കി കുടിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ
ഒരു ക്ഷീണം വരാതിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ ചോറ് എന്തെങ്കിലും കഴിച്ചിട്ടാ കഴിക്കുള്ളൂ, അല്ലാണ്ട് വെറുതെ വെറും വയറ്റിലെടുത്തിട്ട് കഴിക്കാറില്ല, എന്തായാലും കഴിച്ചിട്ട് മാത്രം. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. നാളെ ഇനിയിപ്പോ നമ്മള് കിടക്കാൻ പോവാണ് കേട്ടാ. നമ്മള് കിടക്കാനായിട്ട് പോവാണ്. ആരാ ഉണ്ടായിരുന്നേ? കിടന്നുറങ്ങാ. ഇവരൊന്നും ഉറങ്ങി കിട്ടണെങ്കി ഭയങ്കര പണിയാട്ടാ. 11 മണി കഴിഞ്ഞു. ചീത്ത പറഞ്ഞാലേ എന്നെ ഉറങ്ങുള്ളൂ. അത് വരെ ലാസ്റ്റ് നേരം വെളുക്കുമ്പോ എനിക്ക് 10 മണി 10:30 ഒക്കെ ആയിട്ടാണ് ഓരോരുത്തർ എണീറ്റ് വരും. ഇത്രക്ക് തന്നെയുള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.